പൊതുമാപ്പിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ഔട്ട് പാസിന് അപേക്ഷ സമർപ്പിക്കാൻ റിയാദിലെ ഇന്ത്യൻ എംബസിയിലെത്തിയത് 15 മലയാളികൾ മാത്രമാണ്. ഇന്ന് 800 ഇന്ത്യൻ തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തതായും എംബസി അറിയിച്ചു. സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ രാജ്യത്തുള്ള മുഴുവൻ നിയമലംഘകരായ ഇന്ത്യക്കാരെയും മടക്കി അയക്കാൻ ഇന്ത്യൻ എംബസി സജീവമായി രംഗത്ത്. രാവിലെ 8:30 ഇന്ത്യൻ എംബസി രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 10 കൗണ്ടറുകളിലാണ് ഔട്ട് പാസിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഔട്ട് പാസ് ആവശ്യമുള്ളവർ, ഒളിച്ചോടിയ ഹുറൂബിന്റെ പട്ടികയിലുള്ളവർ, ഇഖാമ കാലാവധി കഴിഞ്ഞവർ തുടങ്ങി പ്രത്യേകം വിഭാഗങ്ങളായി തിരിച്ചാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത്. ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തതെന്ന് എംബസി അറിയിച്ചു. ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ സമർപ്പിച്ചവർക്ക് 7 ദിവസത്തിനകം ഔട്ട് പാസ് വിതരണം ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു. ഔട്ട് പാസിന് അപേക്ഷ സമർപ്പിച്ചവരിൽ 1.5% മാത്രമാണ് മലയാളികൾ. 2013 പൊതുമാപ്പ് വേളയിൽ മലയാളികളിലേറെയും പദവി ശരിയാക്കിയിരുന്നു. അതുകൊണ്ടാണ് മലയാളികൾ ധാരാളമുള്ള സൗദിയിൽ നിയമലംഘകരായ മലയാളികളുടെ എണ്ണം ഗണ്യമായി കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കമ്മ്യൂണിറ്റി വാളണ്ടിയർമാരുടെ സഹായത്തോടെ എംബസി അങ്കണത്തിൽ 10 കൗണ്ടറുകൾ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങി. അംബാസഡർ അഹമ്മദ് ജാവേദ്, ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഹേമന്ത് കോട്ടൽവാർ, ഡിഫൻസ് അറ്റാഷെ കേണൽ മനീഷ് നാഗ്പാൽ, കമ്മ്യൂണിറ്റി വെൽഫെയർ കൗൺസിലർ അനിൽ നൌട്ടിയാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യക്കാരെ സഹായിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സൗദി പാസ്പോർട്ട് വകുപ്പ് രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ ഒരുക്കിയ പ്രത്യേക കേന്ദ്രങ്ങളിൽ വിവിധ രാജ്യക്കാരായ 100 കണക്കിന് വിദേശ തൊഴിലാളികൾക്ക് ഫൈനൽ എക്സിറ്റ് അനുവദിച്ചു. റിയാദ് മലാസസിത്തീൻ സ്ട്രീറ്റിലെ പഴയ നൂറ സർവകലാശാല കെട്ടിടത്തിലെ ഗേറ്റ് നമ്പർ 7 പുരുഷന്മാർക്കും ഗേറ്റ് നമ്പർ 8 സ്ത്രീകൾക്കും എക്സിറ്റ് കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ അല്പസമയം നെറ്റ്വർക്ക് തകരാറിലായത് ആശങ്കപ്പെടുത്തിയെങ്കിലും ഉടൻ തകരാർ പരിഹരിച്ചു ഫൈനൽ എക്സിറ്റ് വിസ അനുവദിക്കുന്നത് തുടർന്നു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ആരോഗ്യ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 141 ഷവർമ ഔട്ട്ലെറ്റുകൾ ദുബായിൽ അടച്ചുപൂട്ടി. ആകെയുള്ള 573 ഔട്ട്ലെറ്റുകളിൽ 425 എണ്ണവും കൃത്യമായ മാനദണ്ഡങ്ങളോടെ പ്രവർത്തിക്കുകയാണെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. 7 ഔട്ട്ലെറ്റുകൾ മികച്ച നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണെന്നും ഭക്ഷ്യ പരിശോധനാ വിഭാഗം മേധാവി അറിയിച്ചു. പുതുതായി നടപ്പിലാക്കിയ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാകാത്തതാണ് ഔട്ട്ലെറ്റുകളുടെ അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത്. 29 പുതിയ നിബന്ധനകൾ പ്രാവർത്തികമാക്കുന്നതിന് ഔട്ട്ലെറ്റുകൾക്ക് 6 മാസം സാവകാശം അനുവദിച്ചിരുന്നു. ഈ കാലയളവിന് ശേഷം നടത്തിയ പരിശോധനകളിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവ അടച്ചുപൂട്ടിയത്. കഫ്റ്റീരിയകളിലും ചെറു ഹോട്ടലുകളിലും പ്രവർത്തിക്കുന്ന ഷവർമ ഔട്ട്ലെറ്റുകൾ കൃത്യമായ ആരോഗ്യ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് കൂടുതൽ കർശനമായ നിബന്ധനകൾ നടപ്പിലാക്കിയത്. ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇറച്ചിയിനങ്ങളും സോസ് അടക്കമുള്ള ചേരുവകളും ശീതീകരണങ്ങളിൽ സൂക്ഷിക്കാൻ ചില വ്യാപാരികൾ തയ്യാറല്ല എന്ന് പരിശോധനകളിൽ കണ്ടെത്തിയതായി അൽ താഹിർ ചൂണ്ടിക്കാട്ടുന്നു. മാംസ, പച്ചക്കറി ചേരുവകൾ വെവ്വേറെ സൂക്ഷിക്കാൻ ഇടമില്ലാത്തതും ചിലയിടത്ത് പ്രശ്നമാകുന്നുണ്ട്. ഷവർമ മെഷീനും തയ്യാറാക്കുന്ന ഇടവും തുറസായ രീതിയിൽ ഇടുന്നത് പുറമേ നിന്നുള്ള പൊടിയും മറ്റു മാലിന്യങ്ങൾ പടരാനും കാരണമാകുന്നുണ്ട്. തയ്യാറാക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യവും ഒരുക്കേണ്ടതുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്. അമേരിക്കൻ വിസയുള്ളവരോ ഗ്രീൻ കാർഡ് ഉള്ളവരോ ആയ ഇന്ത്യൻ പൗരന്മാർക്ക് UAEയിൽ വിസ ഓൺ അറൈവൽ അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അമേരിക്കൻ വിസയുള്ളവരോ ഗ്രീൻ കാർഡ് ഉള്ളവരോ ആയ ഇന്ത്യൻ പൗരന്മാർക്ക് വിസ ഓൺ അറൈവൽ അനുവദിക്കാൻ മന്ത്രിസഭാ തീരുമാനം. 14 ദിവസത്തേക്ക് ലഭിക്കുന്ന വിസ നിശ്ചിത ഫീസ് നൽകി 14 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനാവുമെന്നും അധികൃതർ ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കി. വിസയും ഗ്രീൻ കാർഡും കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയെങ്കിലും അവശേഷിക്കുന്നവയായിരിക്കണം. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മറ്റ് അതിർത്തി കവാടങ്ങൾ തുടങ്ങിയവ വഴി എത്തുന്നവർക്ക് ഇത്തരത്തിൽ തത്സമയ വിസയിൽ പ്രവേശിക്കാനാവും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക, രാഷ്ട്രീയ, വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. കൂടുതൽ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യം കൂടി തീരുമാനത്തിന് പിന്നിലുണ്ട്. UAEയിലെ സഞ്ചാരികളിലെ നിർണായക സാന്നിധ്യമാണ് ഇന്ത്യക്കാർ. 2016 രാജ്യത്തെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 16 ലക്ഷമാണ്. 50,000 UAE-ക്കാർ ഇന്ത്യയിലുമെത്തി. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് 143 വിമാനങ്ങൾ ദിനംപ്രതി പറക്കുന്നുണ്ട്. UAEയുടെ വ്യാപാര പങ്കാളികളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം $60 ബില്യൺ വ്യാപാരം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നിട്ടുണ്ട്. അജ്മാനിലും മൊബൈൽ സന്ദേശം വഴി പാർക്കിംഗ് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. നഗരസഭാ തലവന്റെ നിർദ്ദേശപ്രകാരമാണ് പാർക്കിംഗ് ഫീസ് അടയ്ക്കാനുള്ള മൊബൈൽ സംവിധാനം നിലവിൽ വന്നത്.
നഗരസഭയുടെ എന്റെ പാർക്കിംഗ് പദ്ധതിയുടെ ഭാഗമായാണ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമുള്ള പുതിയ സംവിധാനം. മൊബൈൽ ഫോൺ വഴി 5155 എന്ന നമ്പറിലേക്ക് വാഹനത്തിന്റെ കോഡടക്കം SMS അയക്കേണ്ടതാണ്. സന്ദേശം കൃത്യമാണെങ്കിൽ മറുപടി സന്ദേശം അപ്പോൾ തന്നെ ലഭിക്കും. മണിക്കൂറിന് 2 ദിർഹമാണ് അജ്മാനിൽ പാർക്കിംഗ് നിരക്ക്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 9 മണി വരെയുമാണ് എമിറേറ്റിൽ പാർക്കിംഗ് നിരക്ക് ഈടാക്കുന്നത്. കുവൈറ്റ് തുടർച്ചയായി 2 സാമ്പത്തിക വർഷങ്ങളിൽ ധനക്കമ്മി. 2 വർഷങ്ങളിലായി രാജ്യം നേരിടുന്ന ധനക്കമ്മി 12.9 ബില്യൺ ദിനാർ. എണ്ണവിലയിലുണ്ടായ ഇടിവ് മൂലം രാജ്യത്തിന്റെ മൊത്ത വരുമാനത്തിലുണ്ടായ ധനക്കമ്മി നേരിടുന്നതിന് കർശനമായ സാമ്പത്തിക നിയന്ത്രണത്തിനാണ് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ ആഹ്വാനം ചെയ്തത്. 2016-2017 സാമ്പത്തിക വർഷം കുവൈത്തിന് 6.3 ബില്യൺ ദിനാറിന്റെ കമ്മി ബജറ്റ്. 2017 മാർച്ച് മാസം വരെയുള്ള കമ്മി 5 ബില്യൺ ദിനാറാണ്. കൂടാതെ ഭാവി തലമുറയ്ക്കായി നീക്കിവെക്കുന്ന ധനശേഖരത്തിൽ 1.3 ബില്യന്റെ കമ്മിയാണ് നേരിട്ടിരിക്കുന്നത്. അതേസമയം 2 മാസങ്ങൾക്ക് മുമ്പാണ് ധനമന്ത്രി അനസൽ സാലെ 2017-2018 സാമ്പത്തിക വർഷം രാജ്യം നേരിടുന്നത് 6.6 ബില്യൺ ദിനാറായിരിക്കുമെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയത്. 2017 ഏപ്രിൽ മാസം ആരംഭം മുതൽ 2018 മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ മൊത്തം റവന്യൂ 13.3 ബില്യനും ചെലവ് 19.9 ബില്യനുമായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തുടർച്ചയായി 2016-2017 2017-2018 സാമ്പത്തിക വർഷത്തിലുമായി മൊത്തം 12.9 ബില്യൺ ദിനാറിന്റെ കമ്മിയാണ് രാജ്യം നേരിടുന്നത്. എണ്ണവിലയിലുണ്ടായ ഇടിവ് മൂലം രാജ്യത്തിന്റെ മൊത്ത വരുമാനത്തിലുണ്ടായ ധനകമ്മി നികത്തുന്നതിന് കർശനമായ സാമ്പത്തിക നിയന്ത്രണത്തിനാണ് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. ചെലവ് ചുരുക്കൽ, മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ നിരവധി നടപടികൾക്കാണ് പാർലമെന്റ് ധനകാര്യ സമിതിയും ബന്ധപ്പെട്ട മേധാവികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ബഹ്റൈനിൽ ട്രാഫിക് പിഴ ഇനത്തിൽ നിത്യേന 3 ലക്ഷം ബഹ്റൈൻ ദിനാർ സമാഹരിക്കുന്നതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. ദിനവും ചാർജ് ചെയ്യപ്പെടുന്ന 15,000 ട്രാഫിക് ലംഘനങ്ങളിൽ നിന്നും ഓരോന്നിനും 20 ദിനാർ വീതം ആകെ 3 ലക്ഷം ദിനാറോളം ദിവസവും ലഭിക്കുന്നുണ്ട്. ഇതുപ്രകാരം 110 മില്യൺ ഓരോ ദിവസവും ട്രാഫിക് പിഴ ഇനത്തിൽ ലഭ്യമാകും. പുതിയ കണക്ക് പ്രകാരം 6 ലക്ഷം പുതിയ വാഹനങ്ങൾ ഒരു വർഷം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതിനും 20 ദിനാർ വീതം ആകെ 12 ബില്യൺ ദിനാർ സമാഹരിക്കാനാകും. എന്നാൽ ദിനം പ്രതിയുള്ള വാഹനാപകടങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഖത്തറിൽ തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച നിർബന്ധമായും വാരാന്ത്യ അവധി നൽകിയിരിക്കണമെന്ന തൊഴിലുടമകളോട് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങളും ചുമതലകളും സംബന്ധിച്ച ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഭരണനിർവഹണ വികസന തൊഴിൽ സാമൂഹിക മന്ത്രാലയം ഇക്കാര്യം നിർദ്ദേശിച്ചത്. പുതിയ തൊഴിൽ നിയമത്തിലെ 75-ാം നമ്പർ വകുപ്പിലെ വ്യവസ്ഥ വിശദീകരിച്ചാണ് മന്ത്രാലയം ട്വിറ്ററിലൂടെ ഇക്കാര്യം നിർദ്ദേശിച്ചത്. പുതിയ നിയമപ്രകാരം ഷിഫ്റ്റ് തൊഴിലാളികൾ ഒഴികെ രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും വാരാന്ത്യത്തിൽ ഒരു ദിവസം നിർബന്ധമായും അവധി നൽകിയിരിക്കണം. കുറഞ്ഞത് 24 മണിക്കൂർ തുടർച്ചയായ മണിക്കൂർ അവധിയും മുഴുവൻ വേതനം നൽകുകയും വേണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ തൊഴിലാളികൾക്ക് മുഴുവൻ വേതനത്തോടും കൂടി 10 ദിവസത്തെ അവധിക്കും യോഗ്യതയുണ്ടെന്ന് നിയമത്തിലെ 78-ാം വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. ഖത്തർ റെയിൽ പുതിയ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുവെന്ന് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പരസ്യവും ചിത്രവും വ്യാജമാണെന്നും കമ്പനിക്ക് അതുമായി ബന്ധമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ബാക്ക്ഗ്രൗണ്ടിൽ ഖത്തർ റെയിൽ ലോഗോയുമായി ഹോസ്പിറ്റാലിറ്റി ജീവനക്കാർ നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഏത് രാജ്യക്കാർക്കും ഏത് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്കും അപേക്ഷിക്കാമെന്നും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതോടൊപ്പമുള്ള ടെക്സ്റ്റിൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ജീവനക്കാരെ തേടുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തർ റെയിൽ ഇങ്ങനെയൊരു പരസ്യം പുറത്തുവിട്ടിട്ടില്ലെന്ന് ട്വിറ്ററിൽ അറിയിച്ചു. വ്യാജ പരസ്യങ്ങളിൽ വീഴരുതെന്നും കമ്പനിയുടെ അനുമതിയില്ലാതെ തങ്ങളുടെ ലോഗോയോ ചിത്രങ്ങളോ ഉപയോഗിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. 9ാമത് കുട്ടികളുടെ വായനോത്സവം ഏപ്രിൽ 19 മുതൽ 29 വരെ ഷാർജയിൽ നടക്കും. അൽ തവോനിലെ എക്സ്പോ സെന്ററിലാണ് വിവിധ സാംസ്കാരിക പരിപാടികളുടെ വായനോത്സവം നടക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ 179 സാഹിത്യകാരന്മാരും ചിന്തകരും വിദ്യാഭ്യാസ വിദഗ്ധരും അതിഥികളായെത്തും. ഇന്ത്യയിൽ നിന്നും കുട്ടികളുടെ എഴുത്തുകാരായ നന്ദിനി നായർ, അനുഷ്ക രവിശങ്കർ, സുദക്ഷിണ ശിവകുമാർ എന്നിവരും പ്രഭാഷക അശ്വിൻ പിൻവോൾക്കർ, അനിമേറ്റർ സക്കീന അലി എന്നിവരും ഷാർജയിൽ എത്തുന്നുണ്ട്. കണ്ടുപിടുത്തങ്ങൾക്കപ്പുറം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷം വായനോത്സവം ഒരുങ്ങുന്നത്.
ഷാർജ ഭരണാധികാരി ഹിസാനിസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി, അദ്ദേഹത്തിന്റെ പത്നിയും ഫാമിലി അഫയേഴ്സ് സുപ്രീം കൌൺസിൽ ചെയർപേഴ്സണുമായ ഹെർ ഹൈനസ് ഷെയ്ഖ് ജവാഹർ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് വായനോത്സവം നടക്കുന്നത് എന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് റക്കാദ് അൽ അംറി പറഞ്ഞു. 2093 സാംസ്കാരിക പരിപാടികളാണ് 11 ദിവസം നീണ്ടുനിൽക്കുന്ന വായനോത്സവത്തിന്റെ ഭാഗമായി ഷാർജയിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള 15 രാജ്യങ്ങളിൽ നിന്നായി 123 പ്രദർശകർ വായനോത്സവത്തിൽ പങ്കെടുക്കും. വായനയും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്ന പരിപാടികളിൽ അറബിക്, ഇംഗ്ലീഷ് ഭാഷാ പുസ്തകങ്ങളുടെ വിൽപ്പനയും കുട്ടികളുടെ സംവാദം, ശില്പശാലകൾ, ബാലസാഹിത്യ കൃതികൾക്കായി വരച്ച ലോകരാജ്യങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചിത്രപ്രദർശനം, സംഗീതം, പാചക മത്സരം, മറ്റു വിനോദ പരിപാടികൾ എന്നിവയുണ്ടായിരിക്കും. ശനിയാഴ്ച മുതൽ ബുധൻ വരെ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയും വ്യാഴാഴ്ച രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെയും വായനോത്സവം ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവേശനം. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുജനങ്ങളും സന്ദർശകരായി എത്തുന്ന വായനോത്സവത്തിൽ പ്രവേശനം സൗജന്യമാണ്. മാതൃഭൂമി ന്യൂസ്, ഷാർജ. ഖത്തറിന്റെ മണ്ണിലേക്ക് നാടിന്റെ പച്ചപ്പ് പകരുകയാണ് കോട്ടയം സ്വദേശിയായ രാജൻ ഫെഡറിക്. കഴിഞ്ഞ 12 വർഷത്തിലേറെയായി കുമ്പളം, മത്തൻ, പടവലം, തക്കാളി എന്നുവേണ്ട കേരളത്തിലെ സകല പച്ചക്കറികളും രാജൻ ഫെഡറിക്കിന്റെ വില്ലയിൽ വിളയുന്നുണ്ട്. ദോഹയിലെ അൽസദിലെ രാജൻ ഫ്രെഡറിക്കിന്റെ വില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നാടിന്റെ ഊഷ്മളതയും മണ്ണിന്റെ മണവും അനുഭവപ്പെടും. അമ്മയുടെ പച്ചക്കറി കൃഷിയാണ് രാജൻ ഫ്രെഡറിക്കിന്റെ പ്രചോദനം. കഴിഞ്ഞ 12 വർഷമായി രാജൻ ഫ്രെഡറിക്കിന്റെ വില്ലയിൽ വിളയാത്ത പച്ചക്കറികളില്ല. പുലർച്ചെ 3 മണി മുതൽ രാജനും ഭാര്യ ആൻസിയും മക്കളുമെല്ലാം വില്ലയിലെ പച്ചക്കറി തോട്ടത്തിൽ കൃഷിപ്പണിയിൽ സജീവമാകും. യഥാസമയങ്ങളിൽ വളവും വെള്ളവും ഒഴിക്കാനും ജൈവവളം ഉണ്ടാക്കാനുമെല്ലാം സഹായത്തിനായി ജോലിക്കാരുമുണ്ട്. രാസവളങ്ങൾ ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവവളം ഉപയോഗിച്ച് പൂർണ്ണമായും ജൈവ കൃഷി രീതിയിലാണ് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലെ കമ്പനികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസന സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്ന രാജൻ ഫ്രെഡറിക്കിന് ബിസിനസിന്റെ സമ്മർദ്ദം ഇല്ലാതെയാകുന്നത് പച്ചക്കറി തോട്ടത്തിലെത്തുമ്പോഴാണ്. പച്ചക്കറി മാത്രമല്ല, അലങ്കാര ചെടികളും വ്യത്യസ്തങ്ങളായ പൂച്ചെടികളും ഇവിടെയുണ്ട്. എല്ലാ വർഷവും ഇത് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ കൊടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിളിക്കും, ഒരു വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്താർക്കെങ്കിലും. ഞാൻ കോട്ടയത്ത് നിന്ന് ആകുമ്പോഴത്ത് താമസിക്കും. എൻ്റെ മദർ ഫുൾ ടൈം ഇതാണ്. 40 കിലോയോളം തൂക്കമുള്ള മത്തങ്ങയും കുമ്പളവുമൊക്കെയാണ് ഇവിടെ കായ്ക്കുന്നത്. ദോഹയിൽ മാത്രമല്ല, നാട്ടിലും രാജൻ ഫ്രെഡറിക് കൃഷി ചെയ്യുന്നുണ്ട്. എറണാകുളം ചെലവന്നൂരിൽ ഒരേക്കർ സ്ഥലത്ത് 100ലധികം പച്ചക്കറി ഇനങ്ങളാണ് രാജൻ കൃഷി ചെയ്യുന്നത്. ഫേസ്ബുക്ക് കൂട്ടായ്മയായി കൃഷിയിടം ഖത്തറിന്റെ സജീവ അംഗം കൂടിയായ രാജന്റെ പച്ചക്കറി തോട്ടത്തിലെ ഇത്തവണത്തെ സീസണിലെ അവസാന വിളവെടുപ്പും കഴിഞ്ഞു. അടുത്ത സീസണിലേക്കുള്ള വിത്തുകൾ പാകപ്പെടുത്തുന്ന തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 12 വർഷത്തെ വിളവെടുപ്പിലൂടെ ലഭിച്ച മുഴുവൻ പച്ചക്കറികളും സുഹൃത്തുക്കൾക്ക് നൽകുകയാണ് പതിവ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വില്ലയിലെത്തി ആവശ്യമുള്ള പച്ചക്കറി പറിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യവും രാജൻ ഫ്രെഡറിക് നൽകുന്നുണ്ട്. ഒരു സീസണിൽ 70,000 റിയാലിനടുത്ത് ചെലവ് വരുമെങ്കിലും പണത്തേക്കാൾ കൃഷിയോടും മണ്ണിനോടുമുള്ള സ്നേഹമാണ് രാജൻ ഫ്രെഡറിക് എന്ന ജൈവ കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഖത്തർ. ഇടവേള.